ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജലാലൈനി സൂറത്തുൽ ഫാത്തിഹത്തി മക്കിയ്യത്തുൻ സബു ആയാത്തിൻ ബിൽ ബസ്മലത്തി ബിസ്മി അടക്കി 7 ആയത്താണ്. ബിസ്മിയോട് കൂടി 7 ആയത്താണ്. ഇൻകാനത്ത് പിന്നെ ബിസ്മിയ ഫാത്തിഹയിൽ പെട്ടതാണ് നോക്കുകയാണെങ്കിൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ പെട്ടതല്ലേ എന്ന് ഖിലാഫുണ്ട്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് വെക്കുകയാണെങ്കിൽ 7 ആയത്താണ്. അപ്പം ഏഴാമത്തെ ഏതാ? അപ്പം സാപ്യത്ത് 7-ാമത്തെ ആയത്ത് ഏതാ? സുറാത്തുല്ലദീന എന്ന് മുതൽക്കുള്ള അതിൻ്റെ അവസാനം വരെ സുറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നുള്ള അവസാനം വരെയാണ് 7-ാമത്തെ ആയത്ത്. ഇനി വൈലം തുക്കുമിന്ന ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല നോക്കുക. അപ്പം 7-ാമത്തെ ആയത്ത് ഏതാ? അപ്പം ഫുസാപ്പത്ത് അപ്പം 7-ാമത്തെ വൈൽ മൗലൂബി അലൈഹിൽ ആഖിരിയ സുറാത്തുല്ലദീന അൻഅംത അലൈഹിം ഏതായാലും 7 ആയത്തെ ഖിലാഫില്ല. 7 ആയത്താന്ന് ഖിലാഫില്ല. അപ്പം ഏത് ബിസ്മി പെട്ടതല്ല നോക്കുമ്പോൾ എന്തായി? ഫസാബ് 7-ാമത്തെ ആയത്ത് വൈരിൽ മൗലൂബി അലൈഹിം എന്നുള്ള ഇലാഹിരിയ എന്ന്. എന്നാ യുഖദ്റുഫി അവലി ഫാത്തിൻ്റെ അവൽ സങ്കല്പിക്കപ്പെടണം, കൂലൂ സങ്കല്പിക്കപ്പെടണം. നിങ്ങൾ പറഞ്ഞോളീന്ന് അള്ളാഹ് പറയാണ്, നിങ്ങൾ പറഞ്ഞോളീന്ന്. എന്തിനു വേണ്ടി? യക്കൂന മാ ഇയ്യാക്കന് മുമ്പുള്ളത് ആകാൻ വേണ്ടി, എന്താ മുനാസിബിനെ നോക്കാൻ വേണ്ടി, യോജിപ്പാൻ വേണ്ടി. അൽഹംദുലില്ലാ റബ്ബിൽ റഹ്മാൻ റഹീം മാലിക് എന്ന് പറഞ്ഞിട്ട് ഇയ്യാക്കന നിനക്ക് ആരാധിക്കുന്നല്ലേ. അപ്പം നിനക്ക് ആരാധിക്കുന്നു എന്ന് പറഞ്ഞത് ഒക്കാൻ വേണ്ടി എന്താക്കുന്നുണ്ട്? നിങ്ങൾ അള്ളാഹ് പറയണേ, നിങ്ങൾ പറഞ്ഞോളൂ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ. ഒരു ദുആൻ്റെ ഒരു കോലാണുള്ളത്. ഇയ്യാക്കനാബുദ് ഇയ്യാക്കന നസ്തഈനൊക്കെ എന്താക്കുന്നത്? അല്ലാണ്ട് എന്താക്കുന്നത്? ഇഹ്ദിനസ്സിറാത്ത ദ്വാരക്കാണല്ലോ. അപ്പോൾ ദ്വാരക്കുള്ളതായിരിക്കുന്ന ഒരു മുഖദ്ദിമയാണ് ഇപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹിനെ സ്തുതിക്കലൊക്കെ. അപ്പം എന്താക്കുന്നുണ്ട്? തലക്കൽ കുലു സങ്കല്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാൻ വന്നിട്ട് കുലു നിങ്ങൾ പറഞ്ഞോളി. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാൻ ഇയ്യാക്കെന്ന് പറഞ്ഞോളിന്നാ. നല്ല ഇങ്ങനെ അങ്ങനെ പറഞ്ഞാണ്ട് ഇയ്യാക്കനൊക്കെ ഞാൻ ആരാധിക്കുന്നു പറയാൻ പറ്റുള്ളൂ. പക്ഷെ ശേഷമുള്ളതായിരിക്കുന്ന ഇയ്യാക്കൻ അബുദിന് മുമ്പുള്ളത് എന്താക്കുന്നുണ്ട്? മുനാസിബല്ലഹു അതിനോട് യോജിക്കാൻ വേണ്ടി. എങ്ങനെ അത് ജനങ്ങളെ വാക്കായി കണ്ട് ബി കൗന മഖൂൽ ഇബാദി ജനങ്ങളെന്താക്കുന്നുണ്ട്? വാക്കായി കണ്ട് മുമ്പുള്ളതേ. ഇയ്യാക്കനാബുദു നിനക്ക് ആരാധിക്കുന്നു പറഞ്ഞാൽ എന്താണ്? അള്ളാൻ്റെ ജനങ്ങളെ വാക്കാണല്ലോ, അള്ളാൻ്റെ വാക്കല്ലല്ലോ. ഞങ്ങൾ നിനക്ക് ആരാധിക്കുന്നു പറഞ്ഞാൽ ജനങ്ങളെ ഇബാദിൻ്റെ വാക്കാ. അപ്പം അങ്ങനെ ഇബാദിൻ്റെ വാക്കായി അപ്പം മുമ്പുള്ളത് എന്താക്കുന്നു? ഇബാദിൻ്റെ വാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹ് പറയാൻ നിങ്ങൾ പറഞ്ഞോളൂ. എന്ത് പറഞ്ഞോളി? ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളീന്നാ. അത് ജനങ്ങളെ വാക്കായിട്ടാണത്. ജനങ്ങളോട് അള്ളാഹ് പറയാൻ പറഞ്ഞാ ഇതൊക്കെ ഇത് ചെല്ലാൻ പറഞ്ഞാ അൽഹംദുലില്ലാ റബ്ബിൽ എന്നൊക്കെ. നല്ലെന്താവുള്ളൂ. ഇന്നാളെന്ത് ഇയ്യാക്കനാബുദ് എന്താക്കുന്നുണ്ട്? അത് ജനങ്ങളെ വാക്കാണല്ലോ. അത് ജനങ്ങളെ വാക്കാണ് ഇയ്യാക്കനാബുദ് പറഞ്ഞത്. അത് മുമ്പുള്ള ജനങ്ങളെ വാക്കാകാൻ വേണ്ടി കൂലൂന്ന് സങ്കല്പിക്കണം. തലക്കലുകർ അള്ളാഹ് പറയാ കൂലൂന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ. ആ ജുംല ഖബരിയ ജുംല സനാ മുറാദ് ലഫ്ള് ഖബറ മനീഷാർത്ഥം. അൽഹംദു എല്ലാ ഹംദും ഇല്ലായ അള്ളാഹ്ക്കാണ് ജുംലിയ ഖബരിയല്ലേ. ശ്രദ്ധിക്കുന്നതിന് ഖബരിയല്ലേ. പക്ഷെ മുറാദാക്കുന്നുണ്ട് പിന്നെ അള്ളാഹിനെ സ്തുതിക്കലാ മുറാദ്. ഇൻഷാ ഖുസ്റബിയാണ് ഉദ്ദേശിക്കപ്പെട്ടു. ആ സനാഹു അലല്ലാഹി അള്ളാഹിൻ്റെ മേൽ സ്തുതിക്കൽ. എന്തുകൊണ്ട്? ബി മൽമൂനി അതിൻ്റെ ഉള്ളടക്കം കൊണ്ട്, ഇതിൻ്റെ മാന കൊണ്ട് കയറും. എന്താണ് അതിൻ്റെ മാന? പിന്നെ അന്നഹു തല മാലിക്കുൽ ജമീൽ ഹംദി അള്ളാഹു തല മാലിക്കാണ്, ഉടമസ്ഥനാണ് എല്ലാ ഹംദുൽ ഹൽക്ക് ജനങ്ങളിൽ നിന്ന്. ലാവ് മിൽക്കിനിക്കായി മാലിക്കാവുമ്പോൾ അല്ലെങ്കിൽ മുസ്തഹിഖുൽ അഹമ്മദ് അള്ളാഹിനെ സ്തുതിക്കലിന് അർഹന. അപ്പം ഇസ്തീഖാക്കലാമായി എന്ന്. അൽഹംദു എല്ലാ സ്തുതിയും ലില്ലാഹി അള്ളാഹ്ക്ക് ഉടമയാണ് ഒരർത്ഥം. ഈ അള്ളാഹു തല എല്ലാ ഹംദു ഇല്ലാഹി അള്ളാഹ്ക്ക് അർഹമായതാണ്. അപ്പം ഇസ്തീഖാക്കലാമി ഇസ്തീഖാക്കലും വരും, മിൽക്കിനും വരും. അതനുസരിച്ച് അള്ളാഹ് എല്ലാ ഹംദും അള്ളാഹ്ക്കാണ് എന്ന് അള്ളാഹിനെ സ്തുതിക്കലാം മുറാദ്. അള്ളാഹ്ക്കാണെന്ന് പറഞ്ഞു തരില്ലല്ലോ മുറാദ്, പറഞ്ഞു കൊടുക്കലല്ല. എല്ലാ സ്തുതിയും അള്ളാഹ്ക്കാവുന്നു എന്നെന്തല്ല ഹുക്കുമിയലല്ല മുറാദ്. അള്ളാഹ് എല്ലാ ഹംദും അള്ളാഹ്ക്കാന്നുള്ള അള്ളാഹിനെ പ്രശംസിക്കലല്ലേ. അള്ളാഹിനെ പറ്റി നല്ലത് പറയലിക്കല്ലേ, നല്ലത് പറയാനല്ല എല്ലാ ഹംദും അള്ളാഹ്ക്കാണെന്ന്.
എല്ലാ ഹംദും അള്ളാഹ്ക്ക് സ്ഥിരപ്പെട്ടതാണ്, അള്ളാഹ്ക്ക് ഉടമയാണ് എന്നുള്ള സംഗതി എന്താ? അത് അള്ളാഹിനെ പറ്റി എന്താക്കുന്നത്? ഗുണം പറയലാ. അള്ളാഹിനെ പറ്റി ഗുണം പറയലിക്കല്ലേ ഹംദ് അറിയാം. ഒരാളെപ്പറ്റി അൽ വസൂൽ ജമീലി അറിയുമ്പോൾ ഹംദിനെ താരീഫ് പറഞ്ഞില്ലേ. ഒരാളെപ്പറ്റി നന്മ പറയാ, ഗുണം പറയലിക്കുക എന്താ പറയുക? ഹംദ് അറിയാം. അപ്പം എല്ലാ ഹംദും അള്ളാഹ്ക്കാവുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് എന്താ? അത് അള്ളാഹിനെ പറ്റി നല്ലത് പറയല. അപ്പം എന്താക്കിയപ്പോൾ എന്താ ഇങ്ങനെ ഇപ്പം ഹംദായി, അപ്പം ഹംദ് സ്തുതിക്കലായി. അതല്ല എല്ലാ ഹംദും അള്ളാഹ്ക്കാവുന്നു എന്ന് പറഞ്ഞു തരില്ലല്ല മുറാദ്, ഹുക്കുമിയിലല്ല മുറാദ് കർ. എന്നാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ? അത് അലമുൽ അൽ മഹബൂദി ബിഹഖിൻ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒന്നിൻ്റെ പേരാ. അലമല്ല അള്ളാഹ് എന്നുള്ളത്. നമ്മളെ സെയ്ദ് അമൃതൊക്കെയുള്ള മാതിരി അള്ളാഹിൻ്റെ പേരാ അള്ളാഹ് എന്നുള്ളത്. പേര അലമാണോ ഇസ്മാണോ സിഫത്താന്നൊക്കെ എന്താക്കുന്നത് ഖിലാഫുണ്ട്. ഖിലാഫ് പിന്നെ അടുത്ത് പറയും, ഇലാബി പറയും. അപ്പോൾ അള്ളാഹു അലമുൻ, അള്ളാഹു തല അലമാണ്. അള്ളാഹ് എന്നുള്ള വാക്കേ, അള്ളാഹ് എന്നുള്ള വാക്ക് ഒരു അലമ. സെയ്ദ് അമർ എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദ് അമറൊക്കെ സാധാരണ അലമല്ലേ, ഒരു ഹിസ്സ വസ്തുവിനും ഒക്കെ പെട്ടതായിരിക്കുന്ന പേരല്ലേ, വാക്കല്ലേ. എന്ന് പറയുക അള്ളാഹ് എന്താക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നതായിരിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന അള്ളല്ലേ, ആ അള്ളാഹിൻ്റെ അലമ എന്ന്. എങ്ങനത്തെ അള്ളാഹ്? റബ്ബുൽ ആലമീനായിരിക്കുന്ന അള്ളാഹ്. ഈ മാലിക്കിൽ ജമീൽ ഖൽഖി മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായികത്തി വൽ ദവാബി വൈദിഹ എന്ന്. ലോകരക്ഷിതാവായ ഈ മാലിക ജമീൽ ഖൽഖി, എല്ലാ ഖൽഖിൻ്റെയും ഉടമസ്ഥനായ ആർ? അതാ എല്ലാ ഖൽഖ് ഏതാ? ഇൻസ്, ജിന്ന്, മലായിക്കത്ത്, ദവാബ് ഒക്കെ, മനുഷ്യനും ജിന്നും മലക്കോളും മൃഗങ്ങളും വൈരും അല്ലാത്തൊക്കെ ഒക്കെ എന്താ അങ്ങനെ കൊല്ലും. പിന്നെ ഈ ജിന്ന്, ഇൻസ്, മലായിക്കത്ത്, ദവാ എല്ലാ ഓരോന്നും എന്ത് പറയും? അസ്സാർ അഹജാറൊക്കെ അല്ലേ, ഇതൊക്കെ ഓരോ ആലമ് പറയും. അപ്പോൾ കൊല്ലും. പിന്നെ മേൽ പറഞ്ഞ ഇൻസ്, ജിന്ന്, മലായിക്കത്ത്, ദവാബിൽപ്പെട്ട എല്ലാ ഓരോന്നും അസ്സാർ അഹജാർ പോലത്തായിരിക്കുന്ന, അൻഹാർ പോലത്തായിരിക്കുന്ന, ബിഹാർ പോലത്തായിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്ത് പറയും? ആലമ് അലമ്. അതുകൊണ്ട് ആലമീൻ ജമ്മാക്കിയെന്നാണ് പറഞ്ഞത്. അതിനൊക്കെ ഓരോന്നിനും ഓരോ ആലമ് പറയും. അതാ യൊക്കാറ് പറയപ്പെടുന്നുണ്ട്. ആലമുൽ ഇൻസ് പറയും, ആലമുൽ ജിന്ന് ലോകം, മനുഷ്യലോകം, ജിന്ന് ലോകം, മലായിക്കത്തിൻ്റെ ലോകം, ഇങ്ങനെ ഓരോന്ന് ഓരോ ലോകം എന്നറിയും. അതുകൊണ്ട് ആലമീൻ, ലോകര് എന്ന്. ആലമിൻ്റെ അമ്മയുള്ള ആലമീൻ എന്നുള്ളത് ജന്മല്ലേ. അപ്പം എന്താകട്ടെ, അവിടെ ലോകരും ജമ്മാക്കിയതിൻ്റെ പേരില്ല. ഒരുപാട് ആലമുണ്ടല്ലോ. ആലമുൽ ഇൻസും ആലമുൽ ജിന്നും ആലമുൽ ബഹറും ആലമുൽ മലായിക്കത്തും ആലമും എന്താക്കുന്ന അസ്സാറും ആലമുൽ അഹജാറും ഒക്കെ ഉണ്ട്. ഇലാ വഴിതാലിക്ക് അല്ലാത്തതും അങ്ങനെ ജമ്മാക്കിയതാണെന്നാ അപ്പോൾ മുസന്നിഫിൻ്റെ ഒരു തഫ്സീറാണത്. പഴയ ലോകം, ഒറ്റ ലോകം എന്നാണ് പഴയ മദ്ഹബ് പറഞ്ഞ ദിവസം. ഒരു ലോകമുള്ളൂന്നാ പഴയ ശാസ്ത്രം. ഇപ്പം കോടാനക്കോടി ലോകമുണ്ടെന്ന് അപ്പത്തെ ശാസ്ത്രം. ഈ കാണപ്പെടുന്നതായിരിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ഓരോ ലോകമാണല്ലോ. സൗരയൂഥത്തിന് മാറി, സൗരയൂഥം ഒരു ലോകമല്ലേ. ഷംസും അതിനെ ചുറ്റി നിൽക്കുന്നതായിരിക്കുന്ന 9 ഗ്രഹങ്ങളും കൂടി ഒരു ലോകം. അതിൽ ഓരോ നക്ഷത്രത്തിനും ശംസൊരു നക്ഷത്രമാണല്ലോ. അതെല്ലാം എന്താകുന്നു? കോടിക്കണക്കിന് നക്ഷത്രമല്ലേ. ആ ഓരോ നക്ഷത്രത്തിനും എന്താണ്? ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കൂടിക്കൊണ്ടാ. അപ്പം അങ്ങനത്തതായിരിക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ലോകങ്ങളുണ്ട്. അങ്ങനെ എന്താക്കുന്നുണ്ട്? ഈ നക്ഷത്ര വ്യൂഹത്തിന് എന്ത് പറയും? ഗാലക്സി പറയും. അങ്ങനെ ഈ ഗാലക്സി തന്നെ എന്താകുന്നു? കോടികളുണ്ടെന്ന് പറഞ്ഞു, 10 ലക്ഷക്കണക്കിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഏതായാലും കോടിക്കണക്കിൽ എന്താക്കുന്ന ഗ്രഹങ്ങളും ലോകമുണ്ട് ഇപ്പോഴത്തെ ശാസ്ത്രം അനുസരിച്ച്. അപ്പം അതനുസരിച്ച് അല്ലാഹ് റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ എന്ന് പറഞ്ഞത് എല്ലാ ലോകവും പെട്ട് ഭയങ്കര. നമ്മളെ ലോകം ചെറിയ ലോകമല്ലേ. ലക്ഷക്കണക്കിനുള്ളതാക്കുന്ന ഗാലക്സികളുടെ കൂട്ടത്തിലെ ഒരു ഗാലക്സിയാണ് നമ്മൾ ഈ കാണുന്നതാക്കുന്ന ഈ നക്ഷത്ര കൂട്ടം. അതിലെ ഒരു ലോകമാണ് നമ്മളെ ഷംസും ചുറ്റും അതിനെ ചുറ്റി നിൽക്കുന്നതായിരിക്കുന്ന ഗ്രഹങ്ങൾ കൂടിയ ലോകം. അതിൽ പെട്ടതായിരിക്കുന്ന ഒരു ഭൂമിയാണ് നമ്മളെ ഭൂമി. അപ്പം എന്താക്കുന്നുണ്ട്? അപ്പം ഭയങ്കര ഒരുപാട് ലോകമുണ്ട്. അപ്പം എല്ലാത്തിനും റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എല്ലാം പെടും.
ആ പുതിയ ശാസ്ത്രം വെച്ചാൽ ആലമീൻ ജമ്മാക്കിയതിലൊക്കെ ഒരുപാട് ലോകമുണ്ട് എന്നുള്ളതൊക്കെ തന്നെ. സൗരയൂഥത്തിൻ്റെ മാതിരി ഒരുപാട് ലോകമുണ്ട്. സൗരയൂഥ ഒരു ലോകമായ തിരിയർ ഇവിടെ ഭയശാസ്ത്രജ്ഞ പറഞ്ഞതാ. ഒറ്റ ലോകമുള്ളൂ ഒരു പ്രകാരം എന്താക്കുന്നത്, ആലമുൽ ജിന്ന്, ആലമുൽ ഇൻസ്, ആലം എന്താക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഏതായാലും എന്താക്കുന്നുണ്ട് അങ്ങനത്തവനായ അങ്ങനെ ഒല്ലിപ്പെട്ട ആലമീൻ ജമ്മാക്കിയാണ്. ആലമീൻ ജമ്മുദക്കർ സാലിമാക്കി. അങ്ങനെ അത് ആലമിൻ്റെ കൂട്ടത്തിൽ മുഹാക്കിനും ഒഴിവാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് ആലമീൻ്റെ കൂട്ടത്തിൽ ഇപ്പം എന്താക്കുന്ന മുറുകുണ്ടല്ലോ, അത് ഒഴിവാക്കില്ല. മസ്റ്റാർ മഹാജാറൊക്കെ ഔല്ലേ. അപ്പം അതിനെ പരിഗണിച്ചുകൊണ്ട് എന്താക്കില്ല, ആലമീൻ ജമ്മുദക്കർ ആക്കിലിനെ ഇൻസിനും ജിന്നൊക്കെ പരിഗണിച്ചു, മലായിക്കത്തിനെ പരിഗണിച്ചുകൊണ്ട് ജമ്മാക്കി. അതാ ഒല്ലിബ ഈ ആലമുകാരനൊക്കെ തലീബാക്കപ്പെട്ടു ഫി ജമീ യാജ് നൂനുകൊണ്ട് ജമ്മാക്കുന്ന വിഷയത്തിൽ. ആലമീൻ എന്താണ് യാജ് നൂന് കൊണ്ട് ജമ്മാക്കി, ജമ്മുദക്കർ സാലിമാക്കിയല്ലോ. അപ്പം ആ വിഷയത്തിൽ എന്താക്കുന്നുണ്ട്, അതിന് തലീബാക്കപ്പെട്ടു ഉൽമി ബുദ്ധിമാനികളെ ബുദ്ധിയുള്ളായിരിക്കുന്ന ജിന്ന് ഇൻസ് പോലത്തായിരിക്കുന്ന മലക്കൾ പോലത്തായിരിക്കുന്ന ആൾക്കാരെ തലീബാക്കിയിട്ട് ആലമീന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞ അസാർ അഹജാർ പോലത്തായിരിക്കുന്ന അന്നഹാർ ബിഹാർ പോലത്തായിരിക്കുന്ന ആലം വേറുണ്ടല്ലോ. അതിനെ കൂടാതെ ആ വൈരി മറ്റുള്ളതിനേക്കാൾ തലീബാക്കിയാർ. അങ്ങനെ പോയി ആലം കാരണമൊക്കെ അലാമത്ത് നട്ട അലാമത്ത് എടുക്കപ്പെട്ട അടയാളം എന്നാണ്. കാരണം ഈ ലോകത്തിലെ അള്ളാഹിൻ്റെ അടയാളല്ലേ. ഈ ലോകം അറിയിക്കണില്ലേ അല്ല ഉണ്ട് എന്നുള്ളത്. അതല്ലേ അന്നഹു അള്ളാഹു തല അല്ലേ അന്നഹു ആലമ് അലാമത്താല മൂജിദിഹി സുബ്ഹാനഹു. ഈ ലോകം ഉണ്ടാക്കിയതായിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹിൻ്റെ മേലിൽ. അതുകൊണ്ടാണ് ആലമ് വിവരിച്ചത്. ഈ കാണുന്നതായിരിക്കുന്ന അല്ലല്ലാത്ത ഈ വസ്തുക്കളൊക്കെ അള്ളുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പം അള്ളാഹിൻ്റെ അടയാളമായി ലോകം. അതുകൊണ്ടായി ലോകത്തിന് ആലമെന്ന് വിവരിച്ചത് അടയാളായതുകൊണ്ട്. അതല്ലേനോ അലാമത്തുൻ അലാമത്തിൻ്റെ അർത്ഥം അലാമത്ത് എന്നുള്ളതാണ് ആലമ് എന്ന വാക്ക്. എന്തുകൊണ്ടാണ് ആലമിനക്ക് ലോകത്തിനക്ക് അലാമത്ത് എന്ന വാക്കിന്ന് എടുത്തിട്ട് ആലമെന്ന് വിവരിച്ചത്? അതന്നെ അലാമത്തുൻ, അതാ ഈ ലോകം അലാമത്ത് അടയാളം എന്തിൻ്റെ മേല്? മൂജിദിഹി, ഈ ലോകം ഉണ്ടാക്കിയ അള്ളാഹിൻ്റെ മേല് സുബ്ഹാനഹു വ തആല. പിന്നെ അങ്ങനത്തെ അള്ളാഹ് റഹ്മാൻ റഹീമായിരിക്കുന്ന റഹ്മത്തുടയവനായ അള്ളാഹ്. റഹ്മാൻ്റെ നമുക്കൊക്കെ അറിയാലോ, ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്ത് ചെയ്യുന്നവൻ. റഹീം പറഞ്ഞാൽ ആഖിറത്തിൽ മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ എന്നൊക്കെ. റഹ്മത്ത് കാരണം എന്താ? ഇറാത്തുൽ ഹൈരി, ഹൈറുദ്ദേശിക്കൽ അതിൻ്റെ ഏരുകാർക്ക്. ഈ ഹൈറിൻ്റെ ഏരുകാർ ഹൈറുദ്ദേശിക്കുന്ന റഹ്മത്തിൻ്റെ മാന. പിന്നെ അങ്ങനത്തെ അള്ളാഹ് മലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ രാജാവായ. അവിടെ മാലിക്കും കളാത്തുണ്ട് കേട്ടോ. ഏത് ജസായ് ദീനിച്ച ജസാവ് എന്നർത്ഥം. പ്രതിഫലത്തിൻ്റെ ദിവസം. പ്രതിഫലത്തിൻ്റെ ഈ സദാ ഖിയാമെന്ന അന്നല്ല പ്രതിഫലം കൊടുക്കൽ എല്ലാവർക്കും. യമുൽ ജസായി പ്രതിഫലത്തിൻ്റെ ദിവസത്തിലെ എന്താക്കുന്ന ദിവസത്തിൻ്റെ മലിക്കായ രാജാവായ. യമുൽ ഖിയാമ യമുദ്ദീൻ യമുൽ ഖിയാമേ പറയാൻ കണ്ട അള്ളാഹുത്തെ എല്ലാത്തിനും മലിക്കല്ലേ. ഖിയാമന്നാളിലെന്നാണ് മാത്രമല്ല അള്ള മലിക്കായത്. അത് അള്ളാഹ് അത് പ്രത്യേകം പറയാൻ കാരണം ഹുസ്സബിദിക്കിരി യമുദ്ദീനെ പറയൽ കൊണ്ട് പ്രത്യേകമാക്കി. കാരണം എന്തുകൊണ്ട്? അതാരും രാജാക്കന്മാരുണ്ടാവില്ലല്ലോ. ഖിയാമന്നാളിൻ്റെ തന്നെ എല്ലാവരും എന്താക്കുന്ന എല്ലാം നശിപ്പിച്ചിട്ട് 40 കൊല്ലം എന്താക്കുന്നുണ്ട്, ഇങ്ങനെ ആരും ഇല്ലാത്ത രൂപത്തിൽ നിൽക്കും. അന്ന് അള്ള മാത്രമേ രാജാവ് ഉണ്ടാവുള്ളൂ. ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും നശിക്കും. അതുകൊണ്ടാണ് അതല്ലേ അന്നഹു ഇവിടെ യമുദ്ദീൻ്റെ മലിക്ക് പറയാൻ കാരണം എന്താ? അതിൽ അന്നഹു ലാ മിൽക ലാഹിറം ഫീഹീൻ, ഒരു രാജാവും ഉണ്ടാവില്ല ലാഹിറായിട്ട് ഫീ ആ ദിവസത്തിൽ. മറ്റുള്ളതല്ലേ ഹരീൻ, അതല്ല ലാ മുൽക്ക രാജാധികാരമില്ല. ലാഹിറിൽ ഫി ആ ദിവസത്തിൽ ഹദിൻ ഒരാൾക്കില്ല അള്ളാഹ്ക്കല്ലാതെ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ബിദലീലി ലിമൽ മുക്കല്യവും ഇല്ലാഹിൽ വാഹിദുൽ ഖഹാർ വേറെ ആയത്തിൽ പറയുന്നല്ലോ. ഖിയാമന്നാൾ എല്ലാവരെയും അലാക്കാക്കിയിട്ട് അള്ള ചോദിച്ചു ലിമൽ മുൽക്കുല്യവും എന്ന് ആർക്കട അധികാരം എന്ന് ചോദിച്ചു. അപ്പോൾ അള്ള തന്നെ പറയും ഇല്ലാഹി അള്ളാഹ്ക്കാണ് എന്നുള്ള മറുപടി പറയുമെന്ന് വേറെ ആയത്തിലുണ്ട്. അപ്പം ഇത് ലിമൽ മുൽക്കുല്യവും ഇല്ലാഹി എന്നുള്ളതായിരിക്കുന്ന ആയത് തെളിവാണെന്താക്കണത്? അന്ന് വേറെ ആക്കും മുൽക്കില്ല, ലദ്ദില്ല, രാജാധികാരമില്ല എന്ന തെളിവാണ്. അപ്പം അതുകൊണ്ടാണ് ഖിയാമന്നാളിൻ്റെ മലിക്ക് എന്ന് പറഞ്ഞത്. ഖിയാമന്നാളിൻ്റെ മലിക്ക് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട്? അന്ന് ആർക്കും ആരും ഒരു രാജാക്കന്മാരുണ്ടാവില്ല. അന്ന് ആർക്കും രാജാധികാരമില്ല എന്ന്.
അതുകൊണ്ടാണ് യാമന്നാളുടെ ഇതാക്കുന്ന മലിക്ക് എന്ന് പറഞ്ഞത് അന്ന് എല്ലാവരും അന്ന് എല്ലാം അള്ളാഹിൻ്റെ കീഴിലേക്കാറ്. അല്ലല്ലാത്തവർക്ക് ആർക്കും യാതൊരു അധികാരം രാജാധികാരം ഉണ്ടാവില്ല. എന്തിപ്പോൾ എല്ലാ പല രാജാക്കന്മാരും ഇല്ലേ? ഇന്ന് അല്ലല്ലാത്ത പല രാജാക്കന്മാരുണ്ടല്ലോ, കുട്ടി രാജാക്കന്മാർ. അന്ന് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അന്നത്തെ ആ ദിവസത്തെ രാജാവ് എന്നുള്ള പറഞ്ഞത്, അള്ളാഹിനെ പറ്റി പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത് ഇനി ഒമങ്കാറ മാലിക്കുകളാണ്. മരിക്കൊണ്ട് മാലിക്കൊണ്ടല്ല. സാധാരണ മാലിക്കല്ലോ അതിൽ ഖിയാമത്ത് ഉടമസ്ഥനായ എന്നർത്ഥം. അവനാക്കാം മരിക്കവൻ രാജാവ് നടത്തി, മരിക്കാന രാജാവ് എന്നല്ലേ. ഖിയാമത്ത് രാജാവായ അല്ലെങ്കിൽ ഖിയാമത്ത് ഉടമസ്ഥനായ മാലിക്കാവുമ്പം അതാ മാനാവും. അപ്പം അതിൻ്റെ മാന എന്താ? ഈ മാലിക്കുൽ അംരി കുല്ലിഹീൻ, എല്ലാ കാര്യത്തിലും ഉടമസ്ഥനായ എന്നർത്ഥം. ഖിയാമത്ത് എല്ലാത്തിനും ഉടമസ്ഥനായ എന്നർത്ഥം. അതായത് അള്ളാഹുത്തല മാലിക്കാച്ചാട്ടോ മാലിക്കാരൻ്റെ സിഫത്തല്ലേ. മാലിക്കാരൻ്റെ മാലിന് അവിടെ ദവാമിൻ്റെ മാനാക്കാട്ടോ. മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൽ എല്ലാത്തിൻ്റെ ഉടമസ്ഥനായാന്ന് മാലിയല്ല ആയിരിക്കുന്ന മാലിക്കാരൻ ഇസ്മുഫായ മലക്കൻ്റെ ഇസ്മുഫായ മാലിക്ക്. അപ്പോൾ ഉടമസ്ഥനായ വെച്ചാൽ മുമ്പ് ഉടമസ്ഥനായ അല്ലെങ്കിൽ ശേഷം ഉടമസ്ഥനായ എന്നർത്ഥം. എപ്പോഴും ഉടമസ്ഥനായ എന്നർത്ഥം. ദവാമ അറിയിക്കുന്നു. ദവാമ അവിടെ മാലിൻ്റെ മാനാക്കും മുസ്തഖിൽ മാനാക്കും ഒന്നും എല്ലാവർക്കും ദവാമിൻ്റെ മാനാക്കാം. ഹുവ മൗസൂഫി ദാലിക്കാ ദായിമെന്ന കോഫിൽ തമ്പി എന്നൊക്കെ പറഞ്ഞ മാതിരി. ഹുവ അള്ളാഹു തആല മൗസൂഫും സിഫത്തുള്ളവനാണ്, സിഫത്തുള്ളവനാണ് ഈ ദാലിക്ക. അതുകൊണ്ട് അത് മാലിക്കൊണ്ട് എപ്പം ദായിമ എപ്പോഴും എന്നാണ്. അള്ളാഹു തആല സദാ മാലിക്കാണ്, എല്ലാ കാര്യത്തിൻ്റെയും മാലിക്കാണ്. അള്ളാഹ് എപ്പോഴും സദാ മാലിക്കാണെന്ന് അർത്ഥം. ഏതൊക്കെ ആഫിർ ദമ്പിൻ്റെ മാരി അള്ളാഹു തആല ദമ്പ് പൊറുക്കുന്നത് എപ്പോഴും പൊറുക്കൂലേ? ആഫിർ ദമ്പ് കഴിഞ്ഞ കാലത്ത് പൊറുക്കുക. നമ്മൾ സാധാരണ മാലിൻ്റെ മാനാക്കും ഇതാക്കുന്ന മുലാഹിൻ്റെ മാനാക്കും ഇസ്മുഫായിൽ വരും. ലാരിബൻ അടിച്ചവൻ, ലാരി അടിക്കുന്നവൻ എന്നൊക്കെ അല്ലേ. അങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്നവന്നൊക്കെ മൂന്ന് ഇതാക്കുന്ന സമാനിക്കും ഇസ്മുഫായിൽ വരും. ഇവിടെ ദവാമ മുറാദിർ ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഇതില്ല, സമാനും ഉദ്ദേശമില്ല. മാലിൻ്റെ മാനാക്കം എന്താക്കുന്നുണ്ട്, മുലാരിൻ്റെ മാനാക്കും ഹയലിൻ്റെ മാനാക്കും ഒക്കെ ഇസ്മുഫായിൽ വരുമ്പോൾ എന്താവില്ല, നെക്കിറയാവൂല എന്നൊക്കെ അൽഫിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താക്കൂല, അവിടെ മാലിക്കുന്ന അള്ളാഹ്ക്ക് സിഫത്താണല്ലോ, അള്ളാഹ് മാരിഫയാണല്ലോ. മാരിഫൊക്കെ എന്താക്കും, മാലിക്കുന്ന സിഫത്ത് കൊടുക്കണേ എന്ത് വേണം? ദവാമിൻ്റെ മാനാക്കാവണം. അല്ലെങ്കിൽ സിഫത്ത് കൊടുക്കാൻ പറ്റൂല. അപ്പം എന്തേ പറഞ്ഞ് അള്ളാഹു തആല ഹുവ അള്ളാഹു തആല മൗസൂഫ് ബിദാലിക ദായിമാ. അള്ളാഹ് മാലിക് യൗമിദ്ദീനായിരിക്കുന്ന വിഷയം കൊണ്ട് അള്ളാഹു തആല എപ്പോഴും ഉണ്ടാകും മൗസൂഫാണ് എന്നാ. ഏതുവരെയൊക്കെ വാഫിർ ദമ്പിൻ്റെ മാതിരി ആ ദോഷം പൊറുക്കുന്നവനെച്ചാൽ എന്താ? ഓഫറിൻ്റെ ഓഫർ ഇസ്മുഫായിലാണല്ലോ. അവിടെ ദമ്പ് പൊറുക്കുന്നവനെച്ചാൽ ഭാവിയിൽ പൊറുക്കുന്നവനാണെന്നോ ഇപ്പം പൊറുക്കുന്നവനാണെന്നോ കഴിഞ്ഞ കാലത്ത് പൊറുക്കുന്നവനാണെന്ന് അർത്ഥമില്ല. എന്താക്കുന്നത്? മുത്തലക്കന എപ്പോഴും നാ. അപ്പം അതുകൊണ്ട് അങ്ങനെ അതാ മുറാദ്. അതുകൊണ്ട് സഹവക്കു സിഫത്തിലേക്ക് മാരിഫത്തി. അതുകൊണ്ടാണ് ഇത് എന്താക്കുന്നുണ്ട്, അത് മാരിഫിയാവുന്ന അള്ളാഹ്ക്ക് സിഫത്താൽ വാക്കിയായത് സഹിയായത്. മാരിഫൊക്കെ സിഫത്ത് ഉൾക്കൊള്ളും. അള്ളാഹ് മാരിഫല്ലേ. അള്ളാഹ്ക്ക് റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം എന്നൊക്കെ സിഫത്തല്ലേ, മാലിക് എന്നൊക്കെ സിഫത്തല്ലേ. അപ്പം എന്താണ് അവിടെ മാലിക് പറഞ്ഞ ഇസ്മുഫായിലിനെ എന്താക്കുന്നുണ്ട്? ദവാമിൻ്റെ മാനാക്കാവുമ്പോൾ എന്തില്ല, അവിടെ എന്തില്ല, അവിടെ എന്താകും? മാരിഫിയാവും. മാലിൻ്റെ മുലാലിൻ്റെ മാനാക്കോ അഹലിൻ്റെ മാനാക്കോ എന്താ മാരിഫി ആവൂല എന്നാണ് കണക്ക്. യൗമിദ്ദീൻ വെറുഫല്ലേ, മാരിഫല്ലല്ലോ. വെറുഫിലേക്ക് ലാഭത്താ. മറ്റൊക്കെ മുമ്പൊക്കെ റബ്ബിലൊക്കെ മാരിഫി ലാഭത്തട്ട മാരിഫാവുമല്ലോ റബ്ബിലൊക്കെ. അപ്പം എന്ത് പറഞ്ഞു? വാഫിർ ദമ്പിൻ്റെ മാരി ദായിമായിട്ട് മാരിക്കുന്ന അർത്ഥാണ്. അതുകൊണ്ടാണ് ഫസ്തവഖുഹു ഈ മാരിക്കാരന വാക്കിയാൽ സഹിയായത് സിഫത്തിൽ മാരിഫത്തി. അള്ളാഹ് എന്നുള്ള മാരിഫക്ക് സിഫത്തായിട്ട് വാക്കിയാൽ സഹിയായത്. അങ്ങനെ പറ്റൂല. അവിടെ ദവാമിൻ്റെ മാന കൊടുക്കാഞ്ഞാൽ
ഖിയാമന്നാൾ ഭാവിയിൽ മാലിക്കായവൻ അല്ലെങ്കിൽ എപ്പം മാലിക്കായവൻ കറുത്ത മച്ചാൻ എന്താവൂല, മാരിഫി ആവൂല. ഈ ഷാബീഹിൽ മുലാഫു യഫ്അലു വസ്ഫാൻ തങ്കീരിഹി ലാ യുഅ്സലു എന്ന് അൽഫിയ പറഞ്ഞിട്ടുണ്ട്. ഇസ്ഫ വസ്ഫ് എന്താക്കുന്നുണ്ട്, അത് മുതാരിനോട് ശുഭുണ്ട ഹായൻ്റെ മാനാക്ക മുസ്തഖിൽ മാനാക്ക എന്താക്കുന്നുണ്ട്, അത് തന്നെ നെക്കിറ തൊട്ട് തെറ്റൂല എന്നാ പാൻ തങ്കീരിഹി ലാ യുഅ്സലു എന്ന നെക്കിറക്കാരെന്നാ. ഇസ്ഫായിലിനെ എന്താക്കും, ഇസ്ഫായിലും ഈ ആ രണ്ട് മാനാക്കായാൽ അത് എന്താവില്ല, നെക്കിറ തെറ്റു നെക്കിറിൻ്റെ ഇക്കാരെന്നാ. പക്ഷെ എന്താക്കുന്നുണ്ട്, ദവാമിൻ്റെ മാനാക്കാരും മാലിൻ്റെ മാനാക്കൊക്കെ എന്താക്കുന്നത് താരീഫ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് ഇവിടെ ദവാമിൻ്റെ മാനാക്ക അപ്പം നമുക്ക് മാരിഫായി. അപ്പം അള്ളാഹ് എന്നുള്ള വാക്കിന് മാരിഫ സിഫത്താകാനും പറ്റി എന്ന്. അപ്പം അങ്ങനത്തെ അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അതുകൊണ്ട് ഇയ്യാക്കനാ ബുധു ഇൽത്തിഫാത്ത് അറിഞ്ഞില്ല നമ്മൾ. ഇൽത്തിഫാത്തിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇയ്യാക്കനാ ബുധു ഇയ്യാക്കനസ്തഈൻ. അങ്ങനത്തെ അള്ളാഹുവെ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കൂ, ഞങ്ങൾ എന്നോട് മാത്രം സഹായം തേടുന്നു. അർപ്പൈന ഹുസുക്ക വലിയ ബാത്തി ഇബാത്തൂടെ ഞങ്ങളെ ഹാസാക്കുന്നു തന്നെ, ഇബാത്തൂടെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. എന്താ ഇബാത്തുവിൻ തൗഹീദിൻ വൈയൊക്കെ അങ്ങനെ മുത്തലബുൽ മാവനത്തെ ഞങ്ങൾ സഹായം തേടുന്നു. അല്ല ഇബാത്തിൻ്റെ മേലും ഒയറിൻ്റെ മേലൊക്കെ എന്നോട് സഹായം തേടുന്നു. നിനക്ക് മാത്രം ആരാധിക്കുന്നു, എന്നോട് മാത്രം സഹായം തേടുന്നു. ഹുസുക്ക അതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം വയ്യാക്കനസ്ഥാൻ അത് യഥാർത്ഥത്തിൽ സഹായമല്ല അതാണ്. ഇവിടെ എന്താക്കുന്നുണ്ട്, മുത്തരീങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, അർത്ഥം പറയാൻ എന്താക്കുന്നുണ്ട്, എന്താക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ അല്ലാണ്ട് മാത്രം അഭൗതിക കാര്യങ്ങൾ സഹായം അത്ര വെക്കല. അത് തെളിവൊന്നുമില്ലല്ലോ അവിടെ, ആയത്താമല്ലേ. നമുക്ക് ഇവിടുന്ന് യഥാർത്ഥത്തിൽ എല്ലാ വിഷയത്തിലും ഭൗതികത്തിലും അഭൗതികത്തിലും ഒക്കെ അള്ളാഹുവിന്റെ സഹായമല്ലേ നമുക്കുള്ളത്. എന്താക്കിന് മുമ്പ് പറഞ്ഞില്ലേ, ഒരു വിര അനങ്ങുന്നത് വരെ അള്ളാഹിന്റെ കഴിവ് കൊണ്ടല്ലേ, അള്ളാഹുടെ സഹായം കൊണ്ടല്ലേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും. ഭൗതികാട്ടെ അഭൗതികാട്ടെ, മരിച്ചവരെ കൊണ്ടാവട്ടെ, ജീവിച്ചിരിക്കുന്നവരെ കൊണ്ടാവട്ടെ, സാധാരണ കാര്യമാവട്ടെ അസാധാരണ കാര്യമാവട്ടെ, ഒക്കെ അള്ളാഹിൻ്റെ കഴിവ് കൊണ്ടാണ് എല്ലാം നടക്കണം. അള്ളാഹിൻ്റെ ഇറാത്തും കഴിവില്ല, ഒന്നും നടക്കൂല എന്നാണ് നമ്മുടെ സുന്ദരമായ വിശ്വാസം. അപ്പം ആ നിലക്ക് വയ്യാക്കനസ്തഈൻ, എന്നോട് മാത്രമേ സഹായം തോന്നുള്ളൂ. നമുക്കവിടെ ഫുള്ളാ എന്താക്കുന്നുണ്ട്, എല്ലാ വിഷയത്തിലും അവിടെ നമുക്കർത്ഥം ഉണ്ടോ. വൽബാത്യവോ ഐതി എല്ലാത്തിലും, വിഭാഗത്തിൽ മാത്രം എല്ലാത്തിലും എല്ലാ വിഷയവും അല്ലാണ്ട് സഹായം. മുത്തരിങ്ങളെന്താ ഈ ആയത്തോതികൊണ്ട് അല്ലാണ്ട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുമ്പം അല്ലാണ്ട് മാത്രമേ സഹായം തേടാം, അവരിയാക്കൊരു സഹായം തേടാൻ പാടില്ല ഏതെന്താക്കുന്നുണ്ട്. ഒരു ഈ ആയത്തോതികൊണ്ട് പറയുമ്പം നമ്മൾ പറയുന്നതാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താക്കുന്നുണ്ട്, സാധാരണ മനുഷ്യന്മാരുടെ സഹായം തേടുന്നു ചോദിച്ചു. അപ്പോൾ ഒരു പറയും അത് ഭൗതിക സഹായം, അത് ഒഴിവാണ്, അത് ഒഴിവാ ഇവന്താ അവിടെ അതുപോലെ പറയല്ലേ, വ്യാഖ്യാനിക്കല്ലേ. അങ്ങനെ തഫ്സീറില്ല. ഭൗതിക സഹായത്തിലും അഭൗതിക വിഷയത്തിനോട് മാത്രം സഹായം തേടുന്നു എന്നതിനർത്ഥമല്ല. അഭൗതിക വിഷയത്തിൽ അസാധാരണ കാര്യത്തിൽ സഹായം അല്ലാണ്ട് മാത്രം സഹായം, സാധാരണ അല്ലാത്തൊരു സഹായം തേടുന്നതായിരിക്കും. അങ്ങനെ മാന ഈ ആയത്തിലേക്ക് വെക്കാൻ പറ്റൂല. ഓല് പറഞ്ഞാൽ അതിൽ ഇത് തെളിവെന്താ, വയ്യാക്കനസ് എന്ന എല്ലായിടത്തും തന്നെയല്ലേ. അവിടെ അഭൗതിക കാര്യത്തിൽ എന്താക്കുന്നുണ്ട്, അവിടെ തഫ്സീസാക്കാൻ വജിഹെന്താ അങ്ങനെ ഇവിടെ തഫ്സീർ പറഞ്ഞത് ഉണ്ടോ. ലിബാത്യ ഇതിഹാർ എല്ലാം പെട്ടിലുണ്ടോ. എല്ലാ വിഷയത്തിലും എന്താണ് അല്ലാണ്ട് എന്താക്കുന്നുണ്ട്, പിന്നെ സഹായം തേടുന്നത്. അതാണ് അങ്ങനെ തഫ്സീർ കൊടുത്തത്. ഒരു പറഞ്ഞാലായിരിക്കുന്ന ആ ഹാസ് സഹായത്തിൻ്റെ മേൽ അങ്ങനെ തഫ്സീറൊന്നുമില്ല. അപ്പം യഥാർത്ഥത്തിൽ സഹായം അള്ളാഹുവിനെ കൊണ്ട് മാത്രം. അപ്പം എല്ലാത്തിലും എല്ലാം പെട്ടി, നമുക്കൊരു പ്രശ്നമില്ല അവിടെ, നമുക്ക് ആയത്തിലും യാതൊരു പ്രശ്നമില്ല. ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടേ. അപ്പോൾ നിങ്ങൾ കേൾക്കണം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ്. നമ്മൾ സാധാരണ മനുഷ്യനോട് ആണ്ടുകൊണ്ട് സഹായം തോന്നും, അവിടെ അള്ളാഹിനെ കൊണ്ട് തന്നെയാണ്.
അവിടെ 10 രൂപ ചോദിച്ചാൽ ഓൻ സഹായം, ഓൻ അള്ളാഹിൻ്റെ സഹായം തന്നെയാണല്ലോ നമ്മൾ സഹായം. അതുകൊണ്ട് ഇഹ്ദിനാജി ഞങ്ങൾ ചേർക്കണേ, സിറാത്ത് മുസ്തഖീമിനെ ചേർക്കണേ, റഷീദ് ഞങ്ങൾ ഹിദായത്താക്കണേ, ഇലൈഹി ആ സിറാത്ത് മുസ്തഖീമിലേക്ക് ഹിദായത്താക്കണേ, ഇർഷാദാക്കാച്ചാൽ ചേർക്കാന്ന്. അതായത് അതിന് ബദലാക്കണം. അതായത് സുറാത്ത് വാക്കിനെ ഞങ്ങൾ സുറാത്ത് മുസ്തഖീം ഹിദായത്താക്കണം. അതായത് സുറാത്തുള്ളതിനെ അനുഗ്രഹിച്ച ആൾക്കാരുടെ വഴിയിലേക്ക് കയറും. എന്തുകൊണ്ട് അനുഗ്രഹിച്ച? ഹിദായത്ത് കൊണ്ടൊക്കെ അനുഗ്രഹിച്ച. നീ ഹിദായത്താക്കൽ കൊണ്ട് അനുഗ്രഹിച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളാവുന്ന നബീനോ സിദ്ദീഖനോ സ്വാലിഹീൻ അറിഞ്ഞില്ലേ പറയായത്തിൽ? ആ ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിച്ചതായിരിക്കുന്ന ആൾക്കാരുടെ വഴിയിലേക്ക് ഞങ്ങൾ ചേർക്കണേ എന്ന്. ഇത് വീണ്ടും ബദലാക്കണം. ഒയ്ബുൽ ആ സുറാത്തല്ലിന് അന്നമത്തലിന് ബദലാക്കണം. വീണ്ടും എന്നെ സിരടക്കി ആ രണ്ടാമത്തെ സുറാത്തല്ലതിന് അതിന് ബദലാക്കണം. അത് അന്നമത്താലിന് സിരിയോടുകൂടി നീ അനുഗ്രഹിച്ച ആൾക്കാരെ വഴി, അതായത് വഴിയിൽ മൗലൂബി അലൈഹിം ഇന്ന് ദേശത്തിന് പാത്രീഭൂതരായിരിക്കുന്ന ആൾക്കാരുടെ വഴിയിലല്ല, വലല്ലാലി ദുർമാർഗികളുടെ വഴിയിലുമല്ല, ലാലിങ്ങളി മൗലൂബലിൻ്റെ വഴി അല്ലാത്ത ബദല. വീണ്ടും ഞാൻ അനുഗ്രഹിച്ച ആൾക്കാരാരാ? ലാലും മൗലൂബ് അല്ലാത്ത ആൾക്കാർ. വരിൽ മൗലൂബി അലൈഹിം നീ ദേഷ്യപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരാരാ? യഹൂദികൾ. ഒരർത്ഥം അങ്ങനെ വല്ല ആ വൈദ്യുൽ ലാലിയും പേച്ചോല ലാലികളല്ലാത്ത അതാരാ? നസാറാക്കൾ. അപ്പം യഹൂദി നസാറാക്കളെ വഴിയല്ലാത്ത എന്നർത്ഥമായി. നുക്തത്തുൽ ബദലയുടെ ബദലാക്കിയതിൻ്റെ ഫായിദ എന്താ? നീ അനുഗ്രഹിച്ച ആൾക്കാരുടെ വഴി, അതായത് യഹൂദി നസാറാക്കളല്ലാത്തോലെ വഴി. യഹൂദി നസാറാക്കൾ എന്താക്കുന്നുണ്ട്? ഓരോ അനുഗ്രഹിച്ച ആൾക്കാരെല്ലാം കിട്ടി. അതുപോലെ നുക്തത്തുൽ ബദലി വൈരിൽ മൗലൂബി എന്ന വാക്കിനെ ബദലാക്കിയതിൻ്റെ ഫായിദ എന്താ? ഫായിദ ഇഫാത്തു അറിയിക്കലാണ്. അന്നിൽ മുഹത്തദീന മുഹത്തദീങ്ങൾ അള്ളാഹ് ഹിദായത്താക്കിയ മുഹത്തദീങ്ങൾ യഹൂദി നസാറാക്കളല്ല എന്ന. നീ അനുഗ്രഹിച്ച ആൾക്കാർ, അതായത് മൗലൂബി അലൈഹി അല്ലാത്ത ആൾക്കാർ നമ്മളാക്കിയ യഹൂദി നസാറാക്കൾ അള്ളാഹ് ഹിദായത്താക്കിയ ആൾക്കാരല്ലാന്നായി. അള്ളാഹ് ഹിദായത്താക്കിയ ആൾക്കാർ യഹൂദി നസാറാക്കല്ലാന്നായി എന്ന് കിട്ടിയ ബദലാക്കിയതിൻ്റെ ഫായിദ. വല്ലാഹു അലം ബിസ്സവാബ്. കഴിഞ്ഞു. അള്ളാഹ് അറിയാം, അള്ളാഹ്ക്കറിയാം ആ സവാബ് സത്യം തകയിലഹി അള്ളാഹിനെക്കൊള്ള മർജിഉൽ മഅബു സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ ദായിമൻ അബദാൻ വഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അലീം. തഖബ്ബലല്ലാഹ്. ഒരു ചെറിയ ദുആ ഉണ്ട് ഇവിടെ തഫ്സീറിൻ്റെ അവസാനത്തിൽ. അതാണ് ദുആ എന്നുള്ള അവസാനമായിട്ട് കയ്യല്ലേ. അത് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി വസ്സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ ഇർഫഅനാ വൻഫഅനാ ബിൽ ഖുർആനിൽ അലീം വഹ്ദിനാ ബിമാ തലൗനാ മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം വതഖബ്ബൽ മിന്നാ ഖിറാഅതു ഇന്നക അൻതസ് സമീഉൽ അലീം വലാ തദ്രിബ് ബിഹി വുജൂഹനാ യാ ഇലാഹൽ ആലമീൻ വയാ ഖൈറൻ നാസിരീൻ. അല്ലാഹുമ്മ ജഅൽ ഖുർആന ലനാ ഫിദ് ദുനിയാ ഖരീനൻ وفي القبر مونسا وفي القيامة شافيا وعلى الصراط جوازا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا. اللهم آتنا ببركة القرآن خير الدارين وارزقنا بحرمته زيارة الحرمين وشفاعة سيد الكونين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأستاذنا ولأحبابنا ولأزواجنا ولأولادنا ولكل مؤمن ولحرمة سيد المرسلين. اللهم انصرنا مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا وأصلح أحوالنا وقضي حوائجنا وانصرنا على أعدائنا يا خير الناصرين ويا أرحم الراحمين. صلى الله تعالى وسلم. سبي أجمعين.